പ്രേത സിനിമകൾ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ കൂടുതൽ പ്രേത സിനിമകളും ഹിറ്റാകും. അങ്ങനെ ഹിറ്റായ സിനിമകളിൽ ഒന്നാണ് തമിഴിൽ പുറത്തിറങ്ങിയ ഡിമോണ്ടി കോളനി. 2015 റിലീസായ സിനിമയാണിത്. ഇതിന്റെ രണ്ടാം ഭാഗവും ഉണ്ട്. ഈ ഒരു സിനിമ ഇമാജിനേഷനിൽ എടുത്ത കഥയോ അല്ലെങ്കിൽ ഒരു ഫിക്ഷണൽ സ്റ്റോറിയോ അല്ല. ഇത് ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയെടുത്ത സിനിമയാണ്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഡിമോണ്ടി കോളനിയെ കുറിച്ച് അത്ര ആർക്കും അറിയില്ലായിരുന്നു. ആ പ്രദേശത്ത് ഉള്ളവർക്ക് അറിയാം, എന്നാൽ അതിനപ്പുറം മറ്റാർക്കും അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം എല്ലാവർക്കും അറിയാം ആ ഒരു സ്ഥലം, ആ ഒരു പ്രദേശം എത്രത്തോളം ഭയാനകമാണെന്ന്. വളരെ പ്രധാനമായി ഡിമോണ്ടി എന്ന മനുഷ്യന്റെ ആത്മാവ് ആ പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നു എന്ന് സിനിമയിലൂടെ തന്നെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആ പ്രദേശം അമാനുഷികം നിറഞ്ഞ ഒരു സ്ഥലമാണോ? അവിടെ ഇങ്ങനെയുള്ള പ്രേതാത്മാക്കൾ ചുറ്റിക്കറങ്ങുന്നുണ്ടോ? ഡിമോണ്ടി കോളനിയുടെ ചരിത്രം എന്താണ്? എന്തുകൊണ്ട് ആ സ്ഥലത്ത് ഡിമോണ്ടി കോളനി എന്ന പേര് വന്നു? ഡിമോണ്ടി കോളനി തനിക്ക് പുറകിൽ ഒരുപാട് ചരിത്രവും തനിക്കുള്ളിൽ ഒരുപാട് രഹസ്യങ്ങളും സൂക്ഷിക്കുന്ന സ്ഥലം. ഡിമോണ്ടി കോളനിയെക്കുറിച്ച്, ആ സ്ഥലത്തെക്കുറിച്ച് പൂർണ്ണമായും അറിയണമെങ്കിൽ അതിനു മുൻപ് ജോൺ ഡിമോണ്ടിയെക്കുറിച്ച് അറിയണം. ജോൺ ഡിമോണ്ടി ഒരു പോർച്ചുഗീസ് വ്യാപാരിയാണ്. പോർച്ചുഗീസിൽ നിന്നും മെഡ്രാസിലേക്ക് വരികയും അവിടെ പല ജോലികൾ ചെയ്ത് ജീവിച്ചു. ചെന്നൈയെ മെഡ്രാസ് എന്ന് പറയാൻ കാരണം ഡിമോണ്ടി ഇന്ത്യയിലേക്ക് വന്ന കാലഘട്ടം ചെന്നൈ മെഡ്രാസ് ആയിരുന്ന കാലത്തായിരുന്നു. അതായത് 1798 മുതൽ 1800 കാലഘട്ടം. അപ്പോഴായിരുന്നു ഡിമോണ്ടി ആദ്യമായി മെഡ്രാസിലേക്ക് വന്നത്. ചെന്നൈ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ വളരെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽ ഹബ്ബായി പ്രവർത്തിച്ചു. അതിനു മുൻപ് ഡച്ച്, പോർച്ചുഗീസ് പോലുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ ഇവിടെ വന്ന് അവരുടെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ജോൺ ഡിമോണ്ടി തനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായി ചെന്നൈ കാണുന്നു. ആരംഭത്തിൽ ഒരു കർച്ചീഫ് ബിസിനസ്സിൽ നിന്നാണ് തന്റെ ബിസിനസ് ജീവിതം അയാൾ തുടങ്ങിയത്. അതിനുശേഷം ഗാർമെന്റ്സ്, മറ്റു ചില വസ്തുക്കൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുക. ഇതുവഴി പടിപടിയായി തന്റെ ബിസിനസ് അയാൾ വളർത്താൻ തുടങ്ങി. പിന്നീട് അർബൻ നോർത്ത് എന്ന ബാങ്ക് ഓപ്പൺ ചെയ്യുകയും അപ്പോ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സുകാർക്കെല്ലാം ലോൺ നൽകുകയും ചെയ്തു. അതിൽ നിന്ന് വരുന്ന പലിശയിലൂടെ ലാഭമെടുക്കുകയും ചെയ്തു. അവിടെ മുതൽ അയാളുടെ ബിസിനസ് ലൈഫിന്റെ വളർച്ച തുടങ്ങി. തന്റെ ആവശ്യത്തിനു വേണ്ടി തന്നെ ഡിമോണ്ടി കോളനിക്കടുത്ത് ഒരു പാർക്കും അയാൾ പണിയുന്നു. തുടക്കത്തിൽ ഡിമോണ്ടി പാർക്ക് എന്നായിരുന്നു അതിന് പേരുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ അത് ഗവൺമെന്റ് ഒക്കുപൈ ചെയ്യുകയും കോർപ്പറേഷൻ പാർക്കാക്കി മാറ്റി. അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭത്തിൽ ചെന്നൈയിൽ പല സ്ഥലങ്ങൾ വാങ്ങാൻ തുടങ്ങി. മെഡ്രാസിൽ മാനുഫാക്ചർ ചെയ്യുകയും ഇന്ത്യൻ ഹാങ്കർചീഫ് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിലൂടെ ഒരുപാട് ലാഭം സമ്പാദിച്ചു. എത്രയോ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ ഹാങ്കർചീഫ് എക്സ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു തവണ ജർമ്മനിയിലേക്ക് തന്റെ ബിസിനസ് ആവശ്യത്തിനായി പോയപ്പോൾ മേരി ബിൽഡർബക്ക് എന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്നു. വിവാഹത്തിന് ശേഷം ജോണ്ടിയുടെ പൊസിഷൻ വീണ്ടും ഹൈ ലെവലിലേക്ക് മാറുന്നു. പേൾ ബിസിനസ്സിൽ എന്ററായി. അതിലും ഒരുപാട് വിജയിച്ചു. നേരെ ഇൻഡിഗോ ട്രേഡിംഗിൽ പോകുന്നു. അതിലും അദ്ദേഹം വിജയിച്ചു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് അവർക്ക് ഒരു മകൻ ജനിച്ചു. അവന്റെ പേര് ക്രിസ്റ്റഫർ ഡിമോണ്ടി. മകൻ ജനിച്ചതിനു ശേഷമാണ് ജോൺ ഡിമോണ്ടിക്കും ഭാര്യയ്ക്കും ഒരു കാര്യം തോന്നിയത്. മകനെ തങ്ങളുടെ കൂടെ വളർത്തുകയാണെങ്കിൽ സ്വന്തം സംസ്കാരം അവൻ മറന്നുപോകും. അതായത് പോർച്ചുഗീസിന്റെ സംസ്കാരം അവൻ അറിയാതാകും എന്ന് ചിന്തിച്ചതുകൊണ്ട് ജോൺ ഡിമോണ്ടിയുടെ അമ്മയുടെയും അച്ഛന്റെയും പക്കലേക്ക് ക്രിസ്റ്റഫറിനെ അയച്ചു. അവൻ അവിടെ തന്നെ വളർന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കഴിയുന്നു. 1816 മകനെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ അവന് ഒരു ലെറ്റർ എഴുതി. എന്നാൽ തിരികെ വന്ന മറുപടി, ദയവായി ക്ഷമിക്കുക, നിങ്ങളുടെ മകൻ മരിച്ചുപോയി. ഇന്ത്യയിലേക്ക് തിരികെ വരുമ്പോൾ ഒരു കപ്പൽ യാത്രക്കിടെ അവൻ മരണപ്പെട്ടു. ക്രിസ്റ്റഫറിന്റെ മരണവാർത്ത അച്ഛനെയും അമ്മയെയും വല്ലാതെ തളർത്തി. രണ്ടുപേരും വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോയി. പ്രധാനമായും അവന്റെ അമ്മയ്ക്ക് മാനസിക നില തെറ്റി. ഒരു ഘട്ടത്തിൽ അവർ ഒരു മാനസിക രോഗിയായി മാറി. ബിസിനസ്സിൽ എത്ര തന്നെ കൊടികെട്ടി പറന്ന വ്യക്തിയാണെങ്കിലും ഭാര്യയുടെ മാനസിക രോഗം അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. ഒരു തവണ തന്റെ ബിസിനസിന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വന്നു. ആ സമയം മാനസിക രോഗിയായ ഭാര്യയെ നോക്കിക്കൊള്ളാൻ വീട്ടിലെ ജോലിക്കാരോട് പറഞ്ഞിട്ട് ഡിമോണ്ടി പോയി. ബിസിനസ് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ ഭാര്യ വീട്ടിൽ ഇല്ലായിരുന്നു. ജോലിക്കാരോട് ചോദിച്ചപ്പോൾ അവർ എവിടെ പോയി എന്ന് അറിയില്ല എന്നും പറഞ്ഞു.
ഡിമോണ്ടി പല സ്ഥലങ്ങളിൽ തിരഞ്ഞു. അവസാനം ഒരു ചർച്ചിനുള്ളിലായിരുന്നു ഭാര്യയെ കണ്ടെത്തിയത്. ആ പള്ളിയായിരുന്നു ചെന്നൈ കോവളം എന്ന സ്ഥലത്തെ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ചർച്ച്. ഇത് ജോൺ ഡിമോണ്ടി പണിത പള്ളിയായിരുന്നു. അതൊരു പഴയകാല ആ സമയത്ത് പണിത ചർച്ചായിരുന്നു. ആ ഒരു ചർച്ച് ഇപ്പോ വയസ്സായവർക്കും അഭയമില്ലാത്തവർക്കും ഒരു ആശ്രമമായി മാറി. എന്നാൽ ഈ ചർച്ചിനെ കുറിച്ച് 2 കഥകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തിയറി. ഒന്നാമത്തേത്, ഈ ഒരു പള്ളി 1780 പണിതുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫൗണ്ടേഷനും വാൾസും മാത്രം പണിതവസാനിപ്പിച്ചു. അതിനുശേഷം പണിയാൻ പണമില്ലാത്തതുകൊണ്ട് അതിന്റെ പണി അതോടുകൂടി അവസാനിച്ചു. 20 വർഷം അങ്ങനെ പോയി. ആ സമയത്താണ് ജോൺ ഡിമോണ്ടി മദ്രാസിലേക്ക് വന്നത്. അയാളുടെ ബിസിനസ്സും വളർന്നു. ആ സമയത്ത് ഈ പള്ളി പണിത് അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് തനിക്ക് നല്ലൊരു കാര്യമാകുമല്ലോ എന്ന് ചിന്തിച്ച ഡോൺ ആ പള്ളി മുഴുവനായും പണിത് പൂർത്തിയാക്കി. ഇതാണ് ആദ്യത്തെ തിയറി. രണ്ടാമത്തെ തിയറിയിൽ പറയുന്നത്, ജോൺ ഡിമോണ്ടി ഈ ചർച്ച് പണിയാൻ തന്നെ കാരണം അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു. ഭാര്യയ്ക്കും മാനസിക നില തെറ്റി. അവരെ എങ്ങനെയെങ്കിലും സുഖപ്പെടുത്തണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴായിരുന്നു ഡിമോണ്ടിയുടെ സ്വപ്നത്തിൽ ഈ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ എന്ന മാതാവ് പ്രത്യക്ഷപ്പെട്ടതായും ഈ ഒരു പള്ളിയെ പൂർണ്ണമായും പണിതവസാനിപ്പിച്ചാൽ ഭാര്യ സുഖമാകും എന്ന് പറഞ്ഞതായും അതുകൊണ്ട് ജോൺ ഡിമോണ്ടി ഈ പള്ളി പണിത് അവസാനിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. ഇവ രണ്ടിലും ഏതാണ് സത്യം എന്ന് ചോദിച്ചാൽ ആ പള്ളി പണിയാൻ തുടങ്ങിയ കാലഘട്ടം 1800 1808 എന്നാൽ ജോൺ ഡിമോണ്ടിയുടെ മകൻ മരിച്ചത് 1816 അതിനുശേഷമാണ് ഭാര്യയുടെ മാനസിക നില തെറ്റിയത്. എന്നാൽ മകൻ മരിക്കുന്നതിന് 8 വർഷം മുൻപ് തന്നെ പള്ളി പണിത് അവസാനിപ്പിച്ചു. അതിനാൽ ഭാര്യയെ സുഖപ്പെടുത്താൻ പണിതത്, സ്വപ്നത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്, ഇതൊന്നും സത്യമായിരിക്കാൻ സാധ്യതയില്ല. 1780 ഒരാൾ പള്ളി പണിയാൻ തുടങ്ങുകയും പണമില്ലാതെ അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ജോൺ ഡിമോണ്ടി അത് പണിത് പൂർത്തിയാക്കിയതായിരിക്കാം. ഇങ്ങനെ വർഷങ്ങൾ പോകാൻ തുടങ്ങി. ജോൺ ഡിമോണ്ടി വീണ്ടും തന്റെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഒരു തവണ കൊൽക്കത്തയിലേക്ക് തന്റെ ബിസിനസ് ആവശ്യമായി പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു വീണ്ടും വലിയൊരു ഞെട്ടൽ കാത്തിരുന്നത്. തന്റെ മാനസിക നില ശരിയല്ലാത്ത ഭാര്യയെ ആരോ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി ഭാര്യ ഗർഭിണിയായി എന്നും മനസ്സിലായി. ഇതിനകം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സഹിക്കേണ്ടി വന്ന ഡിമോണ്ടിക്ക് ഇത് വലിയ ദേഷ്യത്തിന് കാരണമായി. മാനസിക നില തെറ്റിയ ഭാര്യയ്ക്ക് അതാരാണെന്നും അറിയില്ല. എന്തായാലും വീട്ടിലെ ജോലിക്കാർ ആരെങ്കിലും തന്നെ ചെയ്തിട്ടുണ്ടാകുമെന്ന് അയാൾ ചിന്തിച്ചു. അങ്ങനെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരെയായി തേടി കൊല്ലാൻ തുടങ്ങി. അതുവഴി ഉണ്ടായ പ്രശ്നത്തിൽ ഡിമോണ്ടിയും ഭാര്യയും ഒരു ഫയർ ആക്സിഡന്റിൽ മരിക്കുന്നു. ഈ ഒരു കഥ ഡിമോണ്ടി 1 എന്ന സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതുപോലെ ഡിമോണ്ടിയെ ചുറ്റി പല കഥകൾ പല പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നുണ്ട്. ഇതിനെ തന്നെ പറയുന്ന മറ്റൊരു കഥ, മാനസിക നില തെറ്റിയ ഭാര്യ വളരെ വിചിത്രമായ രീതിയിൽ ഒരു ദിവസം മരിക്കുന്നു. ഭാര്യയും മരിച്ചു, മകനും മരിച്ചു എന്ന ദുഃഖം താങ്ങാനാകാതെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ടുപോയ ജോൺ ഡിമോണ്ടി ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്തു എന്നും പറയുന്നു. എങ്ങനെയായാലും 1821 ജോൺ ഡിമോണ്ടി മരിച്ചു. ആ സമയത്ത് അയാൾക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അതെല്ലാം അതേ പള്ളിക്ക് തന്നെ അയാൾ എഴുതി കൊടുത്തു. എന്നാൽ പള്ളിക്ക് എഴുതി കൊടുത്തതിൽ ഉൾപ്പെടാത്ത ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതാണ് ഡിമോണ്ടി കോളനി. ആ ഒരു പ്രദേശത്ത് ആ സമയത്ത് ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം കാണാൻ ഒരുപോലെയായിരുന്നു, ഒരേ മോഡലിൽ, ഒരേ ഫാഷനിൽ. ദിവസങ്ങളും വർഷങ്ങളും കഴിയുന്തോറും ആ കെട്ടിടങ്ങളെല്ലാം പാടടയാൻ തുടങ്ങി. ശരിയായി ആരും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാതെയായി. ഇനി ഒരുപക്ഷെ ആരെങ്കിലും അവിടെ അറിയാതെ പോയാൽ തന്നെയും ഒരുപാട് അമാനുഷികമായ സംഭവങ്ങൾക്ക് അവർ സാക്ഷിയാകേണ്ടി വരും. പിന്നീട് ആ സ്ഥലത്തെ ഗോസ്റ്റ് ടൗൺ, ഗോസ്റ്റ് പ്ലേസ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ പാരനോർമൽ ആക്ടിവിറ്റീസ്, അമാനുഷികമായ സംഭവങ്ങൾ നടക്കുന്ന സ്ഥലം എന്ന് പേര് സമ്പാദിച്ച ഡിമോണ്ടി കോളനിയിൽ ചിലർ ഇടയ്ക്കിടെ പോയി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പോകുന്നവർക്കും അവിടെയുള്ള വീടുകളിലെ കതകും ജനാലയും താനെ അടയുന്നതായും തുറക്കുന്നതായും കണ്ടുവെന്നൊക്കെ പറയും. രാത്രി സമയത്ത് പോലും അവിടെ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നതായി ചുറ്റും താമസിക്കുന്ന ചിലർ പറയാറുണ്ട്. ഒരുപാട് നായ്ക്കളുള്ള ആ ഒരു പ്രദേശത്ത് ഡിമോണ്ടി കോളനിയെ ചുറ്റി മാത്രം ഒരു നായ പോലും കാണില്ല. ഇതും എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രധാനമായും ഡിമോണ്ടിയും കുടുംബവും താമസിച്ചിരുന്ന ആ വീടിന് മുൻപിൽ ഒരു നായ പോലും വരില്ലായിരുന്നു. പലരും അവിടെ ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്നൊക്കെ പറയുമെങ്കിലും അതിനായിട്ടുള്ള യാതൊരു തെളിവുമില്ല. അതിനാൽ തന്നെ ഇവിടെ ഇങ്ങനെയുള്ള പ്രേതങ്ങൾ ചുറ്റിക്കറങ്ങുന്നുവെന്ന് ആരെക്കൊണ്ടും തറപ്പിച്ചു പറയാനും സാധിച്ചില്ല. ഇങ്ങനെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും അധികമായപ്പോൾ അവിടെയുള്ള ചർച്ച് തന്നെ ആ ഡിമോണ്ടി കോളനിയെ സംരക്ഷിക്കാനായി ഒരു സെക്യൂരിറ്റിയെ അവിടെ നിയമിച്ചു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം വളരെ വിചിത്രമായ രീതിയിൽ ആ സെക്യൂരിറ്റി മരിക്കുന്നു. അയാളുടെ മരണശേഷം എല്ലാവർക്കും ഭയം വർദ്ധിച്ചു. എല്ലാ ജനങ്ങളും അവിടെ പ്രേതം ഉണ്ടെന്ന് തന്നെ ഉറപ്പിക്കാൻ തുടങ്ങി.
അതും ഡിമോണ്ടിയുടെ ആത്മാവ് തന്നെയാണ് എന്ന് പറയാൻ തുടങ്ങി. അതിന് കാരണം തന്റെ ബിസിനസ്സിൽ എത്ര തന്നെ വിജയിച്ച വ്യക്തിയാണെങ്കിലും തന്റെ ജീവിതത്തിൽ അയാൾ വലിയ പരാജയമായിരുന്നു. അതിനാൽ അദ്ദേഹം തന്റെ എല്ലാ സ്വത്തുക്കളും പള്ളിക്ക് എഴുതി കൊടുത്തു. പിന്നീട് അയാൾ ആത്മഹത്യ ചെയ്തുവെന്നും മരിച്ചുവെന്നുമുള്ള പല കഥകൾ പറയുന്നുണ്ട്. എന്നാൽ അവരുടെ മരണത്തിന് ശേഷമാണ് പല അമാനുഷികമായ സംഭവങ്ങൾ അവിടെ അരങ്ങേറാൻ തുടങ്ങിയത്. ഡിമോണ്ടിയുടെ രൂപവും ഒരു സ്ത്രീയുടെ രൂപവും പല സ്ഥലങ്ങളിൽ പലരും കണ്ടതായി പറയുന്നു. ഈ കഥകളെല്ലാം പതിയെ പതിയെ വർഷങ്ങൾ കഴിയുന്തോറും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാൻ തുടങ്ങി. എന്നാൽ നന്നായി ജീവിച്ച ഒരു മനുഷ്യൻ സ്വത്തെല്ലാം പള്ളിക്ക് വേണ്ടി എഴുതി തന്നു. ആ ഒരു മനുഷ്യനെ ഇങ്ങനെയെല്ലാം പറയുന്നല്ലോ എന്ന് ചിന്തിച്ച ആ ഒരു ചർച്ച് അയാൾക്ക് നേരെ ജനങ്ങളോടുള്ള ഈ ഒരു കാഴ്ചപ്പാട് മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ആ ഡിമോണ്ടി കോളനിയിലേക്ക് ഒരുപാട് പേരെ താമസിപ്പിക്കാനായി കൊണ്ടുവന്നു. എന്നാൽ അവർ താമസിച്ച ആ വീട്ടിൽ ആരെല്ലാം താമസിക്കാൻ വന്നോ അവരെല്ലാം വിചിത്രമായ രീതിയിൽ മരിക്കുകയാണ്. അതും ഡിമോണ്ടിയുടെ ശാപം എന്നാണ് പറയുന്നത്. 1850 കാലഘട്ടത്തിൽ പോലും അവിടെ ഒരു കമ്പനി പണിയണം, അതിന്റെ ബ്രാഞ്ച് അവിടെ പണിയണം എന്നുള്ള പല ഓഫറുകൾ കൊടുത്തിരുന്നു. പക്ഷെ ആ സ്ഥലത്ത് ആരും വരാൻ തയ്യാറായില്ല. അവിടെ വന്നവർക്ക് പോലും പല അമാനുഷികമായ അനുഭവങ്ങൾ വന്നതുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് പേടിച്ചോടാൻ തുടങ്ങി. ഇങ്ങനെ വർഷങ്ങൾ കഴിയുന്തോറും ആ സ്ഥലത്തോടുള്ള ജനങ്ങളുടെ ഭയം വർദ്ധിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഡിമോണ്ടി കോളനി എന്ന് പറയുമ്പോൾ സിനിമയിൽ കാണുന്നത് പോലെ വലിയ കെട്ടിടമോ ബംഗ്ലാവോ ഒന്നും തന്നെയല്ല. ആ പഴയ കാലത്ത് ഒഫീഷ്യൽസ് മാത്രം ഉപയോഗിക്കുന്ന ചെറിയൊരു ക്വാർട്ടേഴ്സ് അതുപോലെയായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ കഥകൾ പറഞ്ഞ് എല്ലാവർക്കും ആ സ്ഥലത്തോടുള്ള ഭയം വർദ്ധിച്ചപ്പോൾ കാര്യങ്ങൾ തങ്ങളുടെ കൈവിട്ടു പോയി എന്ന് മനസ്സിലായപ്പോൾ ചർച്ചിന്റെ ട്രസ്റ്റീസ് തന്നെ ഡിമോണ്ടി കോളനിയിലെ ഒരുപാട് വീടുകൾ പൊളിച്ചു പണിയാൻ തുടങ്ങി. ഇപ്പോൾ ഡിമോണ്ടി കോളനിയിൽ ഒരുപാട് വീടുകളൊന്നുമില്ല, എല്ലാം റെനോവേഷനിലാണ്. എന്നാൽ അപ്പോഴും ആ സ്ഥലത്തോടുള്ള ക്യൂരിയോസിറ്റി ജനങ്ങൾക്ക് അധികമാകാൻ തുടങ്ങി. കൂടുതലായും ഡിമോണ്ടി 1 ഇറങ്ങിയ സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് ആ സ്ഥലത്തേക്ക് പോവുകയും അവിടെയുള്ള വീഡിയോസ് എടുത്ത് യൂട്യൂബിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോലും നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയാൽ ഡിമോണ്ടി കോളനിയെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് ആ സ്ഥലത്തോടുള്ള ഭയം ജനങ്ങൾക്ക് പതിയെ പതിയെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ സ്ഥലത്തിന് പുറകിൽ ചില രാഷ്ട്രീയമുണ്ടായിരുന്നു. എപ്പോഴും തിരക്കേറിയ ചെന്നൈക്ക് നടുവിൽ ആൾസഞ്ചാരം പോലും ഇല്ലാത്ത ഒരു പ്രദേശം. അങ്ങനെയുള്ളപ്പോൾ ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും മദ്യപാനം മയക്കുമരുന്നിന് ഇരയായവരും ആ സ്ഥലം തിരഞ്ഞെടുക്കാൻ തുടങ്ങി. അതിനുവേണ്ടി ആ സ്ഥലത്തെക്കുറിച്ച് പല കെട്ടുകഥകൾ പടർത്തിയതായും പറയുന്നു. അതും സിറ്റിക്ക് സെന്ററിൽ അങ്ങനെ ഒരു സ്ഥലം വെറുതെ കിടക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കാതെ പാഴടഞ്ഞു പോയി. അതിനാൽ വസ്തുവിൽപ്പനക്കാരും ബ്രോക്കേഴ്സുമാണ് ആ സ്ഥലത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ പറഞ്ഞ് പടർത്തിയത് എന്നും പറയുന്നു. അവരുടെ ലാഭത്തിനു വേണ്ടി ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഭയം ജനങ്ങളിൽ അധികമാക്കിയെന്നും പറയുന്നു. ഡിമോണ്ടി നിർമ്മിച്ച പാർക്ക് ഇപ്പോഴും അതേ സ്ഥലത്തുണ്ട്. ജനങ്ങൾ ആ പാർക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഇല്ലാത്ത ഡിമോണ്ടിയുടെ ആത്മാവ് ഡിമോണ്ടി കോളനിയിൽ മാത്രം കാണുമോ? ഇതാണ് ഡിമോണ്ടിയെക്കുറിച്ചും ഡിമോണ്ടി കോളനിയെക്കുറിച്ചും പറയുന്ന ചരിത്രവും രഹസ്യങ്ങളും. അവസാനം ഡിമോണ്ടി എന്ന വ്യക്തി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചോദിക്കില്ല. കാരണം ജോൺ ഡിമോണ്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന ചരിത്രം തന്നെയുണ്ട്. എന്നാൽ ജോൺ ഡിമോണ്ടിയുടെ ആത്മാവ് അവിടെ ചുറ്റിത്തിരിയുന്നു എന്ന് പറയുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സത്യത്തിൽ അവിടെ അങ്ങനെയെല്ലാം സംഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടിച്ചമച്ച കഥകളായിരിക്കുമോ ഇത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. അടുത്തതായി നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഹൊറർ ടോപ്പിക് ഏതാണെന്നുള്ളതും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സജസ്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.